Hi everyone, welcome to another video of Crafted Memories by Maria. ഇന്ന് നമ്മളിവിടെ കുറച്ച് നാടൻ ബീട്രൂട്ട് അച്ചാറാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ബീട്രൂട്ട് അച്ചാർ പൊതുവെ ഇഷ്ടമായിരിക്കും. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമുള്ളൊരു അച്ചാറാണ് ബീട്രൂട്ട് അച്ചാർ എന്ന് പറയുന്നത്. നമുക്ക് അത്യാവശ്യം വലിയ പുളിയൊന്നും ഇല്ലാതെ എന്നാൽ ഒരു സ്വീറ്റ്നെസ് ഉള്ളൊരു അച്ചാറാണല്ലോ. അപ്പോൾ നമുക്ക് എല്ലാ ഫുഡിൻ്റെ കൂടെ നമുക്ക് സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു അച്ചാറാണിത്. അപ്പോൾ ഇന്ന് നമുക്ക് എൻ്റെ ഒരു കൈൻഡ് ഓഫ് റെസിപ്പി എങ്ങനെയാണെന്ന് കാണാം. ഞാനും ഒത്തിരി യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയത്. പിന്നെ എനിക്ക് വേണ്ട രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന രീതിയിൽ ഞാൻ അതിനൊന്ന് സെറ്റാക്കി എടുത്തതാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഞാനൊരു 4 മീഡിയം സൈസ് ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഗ്രേറ്ററിലിട്ടിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക ചെയ്താൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പിന്നെ ഒരു പിടി വെളുത്തുള്ളി നടുകെ കീറി എടുത്തിട്ടുണ്ട്. ഒരു ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇത്രയാണ് ഏതാണ്ട് അളവ് വരുന്നത്. ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി വെക്കുക. പിന്നെ ഇതൊരു 5 ടീസ്പൂൺ മുളക് പൊടിയാണ്. ഇത് കാശ്മീരി ചില്ലിയും സാധാരണ ചില്ലിയും കൂടെ മിക്സ് ആക്കിയതാണ്. ഇവിടെ നമ്മൾ വേറെ അച്ചാർ പൊടിയൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പം ഇതിനു വേണ്ടി ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കടുകും ഉലുവയും കൂടെ വറുത്തിട്ട് പൊടിച്ചെടുത്തൊരു പൊടിയാണത്. അത് ഓൾമോസ്റ്റ് ഒരു 4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കടുക്, കുറച്ച് ഉലുവ, കായപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് വിനേഗർ. അപ്പം എനിക്കിവിടെ സിന്തറ്റിക് വിനേഗർ കിട്ടാത്തത് കൊണ്ട് ഞാൻ റൈസ് വൈൻ വിനേഗറാണ് യൂസ് ചെയ്തത്. അപ്പോൾ റൈസ് വൈൻ വിനേഗർ എന്ന് പറയുമ്പോൾ അത് റൈസ് വാട്ടർ ഫെർമെൻറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന വിനേഗറാണ്. അപ്പം നമുക്കത് അത്ര ഹെൽത്ത് വൈസ് അത്ര ഹാംഫുൾ ആയൊരു വിനേഗർ അല്ല കേട്ടോ. അതുകൊണ്ട് നമുക്കത് യൂസ് ചെയ്യുന്നതുകൊണ്ട് സേഫാണ്. പക്ഷേ ഷെൽഫ് ലൈഫ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സെയിം തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അതിനുശേഷം നമ്മൾ ഇവിടെ ഇതെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മളൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച്, നല്ലെണ്ണ ഉണ്ടെങ്കിൽ അതാണ് ബെറ്റർ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് കുറച്ച് കടുകും കുറച്ച് ഉലുവയും, അതായത് 1 ടീസ്പൂൺ വെച്ച് ഉലുവയും ഒരു ടീസ്പൂൺ കടുകും ഇട്ടിട്ടുണ്ട്. കടുകും ഉലുവയും ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും ഒരു 2 മിനിറ്റിന് ശേഷം വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് രണ്ടും ഒന്ന് വാടിക്കഴിയുമ്പോൾ നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതാണ് ബേസിക് ആദ്യം ആഡ് ചെയ്യുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്കൊക്കെ എവിടെ നിന്നാണ് ആദ്യമായിട്ട് ബീട്രൂട്ട് അച്ചാർ കഴിച്ച ഓർമ്മ എന്നൊന്ന് പറയാമോ? എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഞാൻ ആദ്യം കഴിച്ച, അല്ലെങ്കിൽ എൻ്റെ ഓർമ്മയിലുള്ള ആദ്യത്തെ ബീട്രൂട്ട് അച്ചാർ എന്ന് പറയുന്നത് എൻ്റെ അടുത്ത വീട്ടിലെ അമ്മച്ചി ഉണ്ടാക്കി തന്ന അച്ചാറാണ്. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഫ്രണ്ടിൻ്റെ വല്യമ്മച്ചിയാണ്. അപ്പം ഞങ്ങൾ കളിക്കാൻ പോകുമ്പോൾ ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിക്കും. അവർ ഇവിടെ കളിക്കാൻ വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കും. അപ്പോൾ അവിടുന്ന് ആ അമ്മച്ചി ഉണ്ടാക്കി തന്ന ബീട്രൂട്ട് അച്ചാറാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത്. അപ്പം എൻ്റെ വീട്ടിലൊന്നും എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു അച്ചാറല്ല ബീട്രൂട്ട് അച്ചാറേ. പക്ഷേ അവിടെ നമ്മൾ എപ്പോൾ ചോറുണ്ണാൻ പോയാലും അവിടുത്തെ അമ്മച്ചി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബീട്രൂട്ട് അച്ചാറുണ്ടാവും. അപ്പോൾ ഞാനിങ്ങനെ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമായിരുന്നു കുഞ്ഞിലെ. നമ്മൾ ഇച്ചിരി വലുതായി കഴിയുമ്പം ബീട്രൂട്ട് അച്ചാർ ഉണ്ടാക്കാൻ പഠിക്കണം. എന്താണെന്നറിയില്ല, അമ്മ അങ്ങനെ ബീട്രൂട്ട് അച്ചാർ ഉണ്ടാക്കാറില്ലായിരുന്നു. മേ ബി അതുകൊണ്ടും കൂടെ ആയിരിക്കും എനിക്ക് അത്ര കൊതി വന്നിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പം നമ്മൾ പല സ്ഥലത്തുനിന്നും ബീട്രൂട്ട് അച്ചാർ കഴിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കെപ്പോഴും പണ്ട് ആ അമ്മച്ചി ഉണ്ടാക്കി തന്ന ബീട്രൂട്ട് അച്ചാറിൻ്റെ ടേസ്റ്റായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ ആഗ്രഹം കൊണ്ട് തന്നെത്താനെ ഉണ്ടാക്കാൻ തുടങ്ങിയതാണ് കേട്ടോ ഈ ബീട്രൂട്ട് അച്ചാർ എന്ന് പറയുന്ന പരിപാടി. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നൊന്ന് മൂത്തിട്ടുണ്ട്. നമ്മളതിലേക്ക് എടുത്ത് വെച്ചിരുന്ന 5 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയും നോർമൽ ചില്ലിയും കൂടെ മിക്സ് ആക്കിയിട്ടുള്ള പൊടിയാണത്. അത് ആഡ് ചെയ്തിട്ടുണ്ട്. മുളക് പൊടി ഇട്ട പാടെ തന്നെ നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി അങ്ങനെ അളവൊക്കെ ഉണ്ടോയെന്ന് വെച്ചാൽ നമ്മളെല്ലാം മഞ്ഞൾപ്പൊടി ഒരു പ്രത്യേകിച്ച് അളവില്ലാതെ ഇടുന്നവരാണല്ലോ. ഒരു 1/2 ടീസ്പൂണോ അല്ലെങ്കിൽ 1/2 ടീസ്പൂണിലും കുറവ് അളവൊക്കെ നമുക്ക് ഇടാം കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മിച്ചം കായപ്പൊടി ഇടുന്നുണ്ട്. അപ്പം നമ്മളിതിൽ വേറെ അച്ചാർ പൊടി ഒന്നും ഇടുന്നില്ല. പിക്കിൾ പൗഡർ നമ്മൾ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിലുള്ള മുളക് പൊടി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, പിന്നെ ഉലുവയും കടുകും കൂടെ ഓൾമോസ്റ്റ് ഒരു ഈക്വൽ എമൗണ്ടിലെടുത്ത് നമ്മൾ ചെറിയൊരു പാനിലിട്ടൊന്ന് ചൂടാക്കുക, ചെറുതായിട്ടൊന്ന് ചൂടാക്കി വരിക. അതിന് ശേഷം അതൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നല്ല തരിതരിപ്പുള്ള ഒരു പൊടി കിട്ടും. അപ്പം നമ്മുടെ അച്ചാറിനൊരു ഫ്ലേവർ തരുന്നൊരു പൊടിയും പിന്നെ അച്ചാറിനൊരു കൊഴുപ്പ് കിട്ടാൻ ഈ പൊടി ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ വേറെ പിക്കിൾ പൗഡറൊന്നും ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വേറെ പാക്കറ്റിൽ വരുന്ന പിക്കിൾ പൗഡറൊന്നും യൂസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പൊടി ഉപയോഗിക്കാം. ഞാൻ എപ്പോഴും അച്ചാർ ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിൽ അമ്മ അച്ചാർ ഉണ്ടാക്കുമ്പോഴും ഇത് തന്നെയാണ് കേട്ടോ എപ്പോഴും ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊരു 4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത് ഇടുന്ന ഉപ്പും ഞാനൊരു 4 ടീസ്പൂൺ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഉപ്പ് ഇച്ചിരി അധികമാണോ എന്ന്. പക്ഷേ കുഴപ്പമില്ല, കാരണം അച്ചാറായതുകൊണ്ട് അച്ചാറിന് എരിവും പുളിയും
ഉപ്പും കൂടെ വരുന്നൊരു ബാലൻസ് ആണല്ലോ അച്ചാറിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് 4 ടീസ്പൂൺ ഉപ്പെന്ന് പറയുന്നത് ഒട്ടും കൂടുതലല്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇട്ട് ഇളക്കി ഒന്ന് മൂത്ത പോലെ ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ബാക്കി സാധനങ്ങളും കൂടെ ആഡ് ചെയ്യാം. പിന്നെ ചിലരെങ്കിലും ഉപ്പൊക്കെ വിനാഗിരി ഒഴിച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അല്ലെങ്കിൽ ബീറ്റ്റൂട്ട് ഇട്ട് കഴിഞ്ഞിട്ടൊക്കെ ആഡ് ചെയ്യാറുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ അങ്ങിട്ടു, അത്രേ ഉള്ളൂ. ഉപ്പിന് പ്രത്യേകിച്ച് ഓർഡർ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ സൗകര്യത്തിന് അങ്ങ് ഇട്ടു, അത്ര തന്നെ. എടുത്തു വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ആഡ് ചെയ്ത് കൂടെ ഉപ്പ് ആഡ് ചെയ്ത് അത്രേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് 1 കപ്പ് തിളപ്പിച്ച വെള്ളമാണ്. അപ്പം ബീറ്റ്റൂട്ട് അച്ചാർ നമുക്ക് കുറച്ചൊരു ചാറുള്ള അച്ചാറാണല്ലോ വേണ്ടത്, ഭയങ്കര ചാറെന്നല്ല, എന്നാൽ ഒരു ചെറിയ ചാറ് വേണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം ഒന്ന് നല്ലോണം തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പം നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഗ്രേറ്റ് ചെയ്ത ബീറ്റ്റൂട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞത് 4 മീഡിയം സൈസ് ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്തതാണ്. അത് ഓൾമോസ്റ്റ് ഒരു 2 കപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ 2.25 കപ്പ് ഉണ്ടാവും ഓൾമോസ്റ്റ്. അതാണ് അതിൻ്റെ ഒരു അളവ് വരുന്നത്. അപ്പോൾ ഈ വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട്, ഓൾറെഡി തിളച്ച വെള്ളമാണ്, പക്ഷേ അതിൽ ആ ഗ്രേവിയിലെല്ലാം കൂടെ കിടന്ന് ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ തീ നല്ലോണം സിം ചെയ്ത് വെക്കുക. എന്നിട്ട് ഞാൻ ബീറ്റ്റൂട്ട് ആഡ് ചെയ്തപ്പോൾ അതിൽ ഹാഫ് പോർഷനേ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആഡ് ചെയ്ത ഹാഫ് പോർഷൻ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം മിച്ചമുള്ള പോർഷനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് നല്ലോണം ഒന്ന് ഇളക്കി എല്ലാ ബീറ്റ്റൂട്ടിലും എല്ലാ സ്ഥലത്തും മസാല എത്തിയെന്നൊന്ന് ഉറപ്പ് വരുത്തുക. അപ്പം ചില സ്ഥലത്ത് ചിലപ്പോൾ ഇളകാതെ കിടക്കും, അതുകൊണ്ടാണ് നമ്മൾ ഹാഫായിട്ട് ആഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിലിപ്പോൾ ഇച്ചിരി വലിയ ചട്ടിയാണുള്ളത്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കത് മൊത്തത്തോടെ ആഡ് ചെയ്ത് ഇളക്കി എടുക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള ചെറിയൊരു നോൺ സ്റ്റിക്ക് പാൻ ആണല്ലോ, അപ്പം അധികം ആഡ് ചെയ്താൽ താഴെ പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുകൊണ്ടാണ് ഞാൻ ഹാഫായിട്ട് ആഡ് ചെയ്യുന്നത്. ഇത് നോക്കി നല്ലോണം മിക്സ് ആയിട്ടില്ലേ. അപ്പം നമ്മുടെ ബീറ്റ്റൂട്ട് മൊത്തം ആഡ് ചെയ്ത വെള്ളത്തിൽ സോക്കായിട്ടുണ്ട്. പിന്നെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിൽ ഞാൻ പറയാത്തൊരു കാര്യമാണ്, ഞാൻ പറയാൻ മറന്നുപോയതാണ്. ഇത് 2 ടീസ്പൂൺ ശർക്കരപ്പൊടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ബീറ്റ്റൂട്ടിന് ഓൾറെഡി ഒരു സ്വീറ്റ്നെസ് ഉണ്ട്, പക്ഷേ ഒരു എക്സ്ട്രാ സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ബാലൻസിന് വേണ്ടിയിട്ട്, ആ പുളിയും എരിവും എല്ലാം കൂടെയുള്ളൊരു ബാലൻസിന് വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ ശർക്കരപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശർക്കരപ്പൊടി ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ 2 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം. ചിലർ ബീറ്റ്റൂട്ട് അച്ചാറിൽ ഞാൻ ഡേറ്റ്സ് ആഡ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ പ്രിഫറൻസ് എന്താണോ അതനുസരിച്ച് ആഡ് ചെയ്യുക. എൻ്റെ കയ്യിൽ ഇവിടെ ശർക്കരപ്പൊടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തു എന്നേ ഉള്ളേ. അത് ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ ബീറ്റ്റൂട്ട് ഒരു 5 മിനിറ്റത്തേക്കൊന്ന് അടച്ച് വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്റ്റൂട്ട് അധികം കുക്കായി പോകണ്ട, ഒരു ചെറിയ ക്രഞ്ചിനെസ് ഉള്ളതാണല്ലോ ബീറ്റ്റൂട്ട് അച്ചാറിന് എപ്പോഴും നല്ലത്. അപ്പം ഫുള്ളി കുക്ക്ഡ് ആവേണ്ട, ഒരു ഹാഫ് കുക്ക്ഡ് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് ആയാൽ മതി. ചെറിയൊരു ക്രഞ്ചിനെസ് ഉണ്ട്, എന്നാൽ അത്ര പച്ചപ്പ് ടേസ്റ്റ് വരാത്തൊരു ഫീലിലേക്കൊന്ന് ആക്കിയെടുക്കുക. അപ്പോൾ ഇതൊന്നൊരു 5 മിനിറ്റ് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തതാണ്. അതിനുശേഷം നമ്മൾ ലിഡും തുറന്ന് നോക്കിയപ്പോൾ ഇത് ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. നമ്മൾ 1 കപ്പ് വെള്ളം ആഡ് ചെയ്തിരുന്നു, സ്റ്റിൽ നിങ്ങൾക്ക് കാണാം അതിന് മാത്രം വെള്ളമൊന്നും ഇല്ല. ഒരു ചെറിയൊരു കുഴമ്പ് പരുവത്തിലുള്ള അല്ലെങ്കിൽ ആ ഒരു കൺസിസ്റ്റൻസിയിലുള്ള വെള്ളം മാത്രമേ നമുക്ക് മിച്ചമുള്ളൂ ഇതിൽ. ഇത്രയും ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വിനാഗിരി ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ റൈസ് വൈൻ വിനേഗറാണ് യൂസ് ചെയ്യുന്നത്, നോർമലി ഉപയോഗിക്കുന്ന സിന്തറ്റിക് വിനേഗർ അല്ല. എനിക്കത് കിട്ടിയുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പം ഈ റൈസ് വൈൻ വിനേഗർ എന്ന് പറയുമ്പം ഈ സിന്തറ്റിക് വിനേഗറിൻ്റെ അത്രയും ആർട്ടിഫിഷ്യൽ ടേസ്റ്റ് വരാത്ത ഒരു സാധനമാണ്. കുറച്ചുകൂടി ഒരു മൈൽഡ് ആൻഡ് കുറച്ചുകൂടെ സ്വീറ്റ്നെസ് ടേസ്റ്റ് ഉള്ള ഒരു വിനേഗറാണ്. അത് ഓൾമോസ്റ്റ് ഒരു 4 ടേബിൾ സ്പൂണാണ് ഞാൻ വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വിനാഗിരി ചിലർ കുക്കിംഗ് സ്റ്റേജിൽ ആഡ് ചെയ്യുന്നവരുണ്ട്, പിന്നെ വെള്ളം ഒഴിച്ചതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നവരുണ്ട്. വീട്ടിലെ അമ്മ പൊതുവേ അച്ചാറുണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് വിനാഗിരി ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനും അതുപോലെ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം വിനാഗിരി ആഡ് ചെയ്തു, ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി. അടുപ്പിൽ ഇപ്പോഴും ചെറിയ ചൂടുള്ളത് കൊണ്ടാണ് അതൊന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അച്ചാർ നല്ലോണം ഒന്ന് തണുത്തതിന് ശേഷം ഒരു ചില്ലിൻ്റെ ഭരണിയിലാക്കി വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ അച്ചാർ എടുത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു സ്പൂൺ വിനാഗിരിയും കുറച്ച് ഉപ്പും കൂടി ഒന്ന് വിതറുവാണെങ്കിൽ കുറച്ചും കൂടെ കാലം കേടാവാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ അച്ചാർ നിങ്ങൾക്കറിയാം, എപ്പോഴും ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് കഴിക്കുന്നതായിരിക്കുമല്ലോ ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഒരു 1-2 ആഴ്ച ഒന്ന് വെയിറ്റ് ചെയ്ത് ഈ അച്ചാറൊന്ന് കഴിച്ച് നോക്കും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ.